ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഫുഡിൻ്റെ ഒന്നും റെസിപ്പി ആയിട്ടില്ല കേട്ടോ. ഒരു വെറൈറ്റി സാധനമാണ്. അതിനായിട്ട് ഞാൻ സാധാരണ നമ്മളെ മെഴുകുതിരി 2 കഷ്ണാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലാണ് കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്യുന്നത്. ഇത് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ക്രയോണിൻ്റെ ഒരു പീസ് ഇട്ട് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. മുട്ടത്തോടുക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ഇതുണ്ടല്ലോ മെഴുകുതിരി, അതിൻ്റെ തിരി ഉണ്ടാവുമല്ലോ, അത് മുട്ടത്തോടുക്ക് ഇറക്കി വെച്ച് കൊടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച കളറൊന്നും ചേർത്താതെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ഞാൻ ഇപ്പോൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് രാവിലെ ഞാൻ എടുത്തു കേട്ടോ. രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുത്തു. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കാം. ഞങ്ങൾ ഇതിൽ തോലിങ്ങനെ ഊരിയെടുക്കണം. ഇതാണ് തോലൊക്കെ എടുത്ത് കഴിഞ്ഞു. നല്ല രസമുണ്ടല്ലേ? നല്ല ഇഷ്ടമായി. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. ഇതിന് നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നല്ല സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അടിഭാഗം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്താ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അത് കുറച്ചൊക്കെ വികലാംഗനായിക്കണേ. ശരി ശരി, എന്തായാലും കപ്പയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ആഹാ, നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് എല്ലാം ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊരു നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഭംഗിയില്ലേ? നിങ്ങൾക്ക് എൻ്റെ മുട്ട മെഴുകുതിരി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചേക്കട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.